പ്രിയ ശ്രോതാക്കൾക്ക് മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം, അധ്യായം 12. സുനന്ദയെ മുന്നിലിരുത്തി ഡ്രൈവ് ചെയ്യുമ്പോൾ യതീന്ദ്രൻ്റെ മനസ്സൊരു മായാലോകത്തായിരുന്നു. അവളെ ഇങ്ങനെ ഒപ്പമിരുത്തി ഭൂമി മുഴുവൻ ചുറ്റാൻ എത്ര കൊതിച്ചിരുന്നു. അയാൾ ഒന്ന് പാളി നോക്കി. പുറത്തേക്ക് മിഴിയയച്ചാണ് അവൾ ഇരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് പറയൂ. യതീന്ദ്രൻ മൗനം ഭഞ്ജിച്ചു. മുഖം ചരിച്ച് അയാളെ നോക്കി മനോഹരമായി അവൾ മന്ദഹസിച്ചു. യതീന്ദ്രൻ അമ്മയെ ഓർത്തു. വെറുതെ അല്ല അമ്മയുടെ വരവ്. സുനന്ദയെ ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു. പുറത്തേക്കിറങ്ങാൻ നേരം അവളെ ക്ഷണിക്കാൻ താൻ ആഗ്രഹിച്ചു. ആ നിമിഷം അമ്മയത് പറഞ്ഞു. താനും അമ്മയും ഒരു രേഖയിലൂടെയാണ് ചിന്തിക്കുന്നതും സഞ്ചരിക്കുന്നതെന്നും യതീന്ദ്രൻ അത്ഭുതത്തോടെ ഓർത്തു. യതിയേട്ടൻ്റെ അമ്മ എന്തേ വിവാഹം കഴിഞ്ഞയുടൻ പിണങ്ങിപ്പോയി? പെട്ടെന്ന് സുനന്ദ ചോദിച്ചു. അയാൾക്ക് അതിശയം തോന്നി. സുനന്ദയും അമ്മയെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നു. അമ്മയുടെ മനസ്സിലുള്ള പെണ്ണായിരുന്നില്ല നന്ദിനി. സുനന്ദ ജാഗരൂകയായി. നന്ദിനിയിടത്തി സുന്ദരിയല്ലേ? അയാൾ കാറിൻ്റെ വേഗത കുറച്ചു. പക്ഷേ അമ്മയ്ക്ക് തന്നെയാണ് ഒരുപാട് ഇഷ്ടമായത്. ആ മനസ്സിലെ മരുമകൾ താനായിരുന്നുവെന്ന് എനിക്ക് തോന്നി. അയാൾ ഒരിക്കൽ കൂടി ഒളികണ്ണിട്ട് അവളെ നോക്കി. ശ്വാസമെടുക്കാൻ കഴിയാതെ സുനന്ദ ഇരുന്ന് വീർപ്പുമുട്ടി. അതേ അവസ്ഥയിലായിരുന്നു സുഭദ്രാമ്മയും. സുനന്ദ മാമ്പള്ളിയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അരിശമാണ് ആദ്യം വന്നത്. ചിന്നമ്മു അവളുടെ സൗന്ദര്യം വർണ്ണിച്ചപ്പോൾ ഒന്നു കാണണമെന്ന് നിശ്ചയിച്ചു. അവളെ കണ്ടതുമുതൽ മനസ്സ് വല്ലാതെ പിടയുകയാണ്. തൻ്റെ മകനു വേണ്ടി ജനിച്ച പെണ്ണാണിവളെന്ന് ആ നിമിഷം മനസ്സിലിരുന്ന് ആരോ പറയുകയുണ്ടായി. മനസ്സിലിട്ട് ഓരോന്നും മതിച്ചുകൊണ്ട് അവർ മുറിയിലിരുന്നു. ഉച്ചയൂണ് സമയമായപ്പോൾ നന്ദിനി മുറിയുടെ വാതിൽക്കൽ വന്നു. ഊണ് കഴിക്കാമമ്മേ? മുഖം വെട്ടിച്ച് സുഭദ്രാമ്മ അവളെ കൃത്യയായി ഒന്ന് നോക്കി. അതിനു നിന്റെ ഔദാര്യം വേണോടി? നന്ദിനി തല കുമ്പിട്ടു നിന്നു. ഞാനങ്ങു പോയിപ്പോ സുഖായിന്ന് നീ കരുതിയോ? എൻ്റെ മോനൊരു പാകപ്പിഴ വന്നു. ഞാനത് തിരുത്തുക തന്നെ ചെയ്യും. നന്ദിനി പിൻവാങ്ങി. 3 മണിയായിട്ടും സുഭദ്രാമ്മ മുറിക്കു പുറത്തു വന്നില്ല. നന്ദിനിയും ഒന്നും കഴിച്ചില്ല. സുനന്ദ കോളേജ് വിട്ട് വന്നിട്ട് ഡ്രസ്സ് മാറിയ ശേഷം സുഭദ്രാമ്മയുടെ അടുക്കൽ ചെന്നു. അവർ വിശന്നു തളർന്നു കിടക്കുകയായിരുന്നു. അമ്മ എന്തേ കിടക്കണേ? അവൾ കട്ടിലിരുന്നു. വല്ലാണ്ട് തളർന്നു മോളെ. രാവിലെ 1 ഗ്ലാസ് ചായ മാത്രം കഴിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. അവർ ഒന്ന് ഞരങ്ങുക കൂടി ചെയ്തു. സുനന്ദ അന്താളിപ്പോടെ എഴുന്നേറ്റു. അമ്മ ഊണ് കഴിച്ചില്ലേ? ആരു തരാനാ മോളെ? എന്നെ ഒരു ഭാരമായിട്ടല്ലേ നിന്റെ ഏടത്തി കരുതുന്നേ? എൻ്റെ ഈശ്വരാ! അവൾ നടുക്കം പൂണ്ടു. രണ്ടാളും കശപിശ കൂടിയിട്ടുണ്ടെന്ന് സുനന്ദയ്ക്ക് തോന്നി. പരമാവധി മുതലെടുക്കണമെന്ന് മനസ്സ് മന്ത്രിച്ചു. അമ്മ എഴുന്നേറ്റ് വന്നേ, ഞാൻ ഊണെടുത്തു തരാം. അവൾ സുഭദ്രാമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇങ്ങട് വരേണ്ടിയിരുന്നില്ല. ഞാൻ മടങ്ങിപ്പോവാം. ഇവിടെ കിടന്നാ വെള്ളം കിട്ടാതെ മരിച്ചുപോവും. അമ്മയെ ഞാൻ വിടില്ല. ഇത് അമ്മയുടെ വീടാ. മറ്റൊരുത്തിക്ക് ഇവിടെ എന്താ കാര്യം? യതിയേട്ടൻ ഇങ്ങനൊരു അച്ചിക്കോന്തനാണോ? എഴുന്നേറ്റ് നിന്ന സുഭദ്രാമ്മയെ അവൾ ചേർത്തു പിടിച്ചു. അവനൊരു പാവാ മോളെ. ഇത് വല്ലതും എൻ്റെ കുട്ടി അറിയണുണ്ടോ? ഞാനൊന്നും അവനെ അറിയിക്കില്ല. രണ്ടാളും ഊണുമുറിയിൽ വന്നു. സുനന്ദയ്ക്ക് ചായയുമായി അങ്ങോട്ട് വന്ന നന്ദിനി പകച്ചു. ഇത്രയും ക്രൂരത പാടില്ലായിരുന്നു. ഏട്ടത്തി ഊണ് കഴിച്ചപ്പോ ഒരാൾ വിശന്നു കിടക്കണ കാര്യം എങ്ങനെ മറക്കാൻ തോന്നി? നന്ദിനി തേങ്ങിപ്പോയി. ഒരു തുള്ളി വെള്ളം പോലും താൻ ഇറക്കിയിട്ടില്ല. ഞാൻ വിളിച്ചു. എപ്പോ? പറയടി. 3 മണി കഴിഞ്ഞപ്പോ വന്ന് എത്തി നോക്കിയിട്ട് പോയി. വിശക്കണുണ്ടോന്ന് നീ ചോദിച്ചോ? സുഭദ്രാമ്മ കലിതുള്ളി. നന്ദിനി തരിച്ചു നിന്നു. താൻ എന്തു പറഞ്ഞാലും വിലപ്പോവില്ലെന്ന് ഹൃദയവ്യഥയോടെ അവൾ ഓർത്തു. ഇതൽപ്പം കടന്ന കൈ തന്നെയാ.
ഇങ്ങനെയൊന്നുമല്ല ഞാൻ ഇടത്തിയെപ്പറ്റി ധരിച്ചേ. മനുഷ്യൻ ഇത്ര പെട്ടെന്ന് മാറുമോ? നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് കഴിയാമെന്ന അവളുടെ മോഹം. ഞാൻ വന്നത് ഇഷ്ടായില്ല. അമ്മ ഇരിക്ക്, ഞാൻ ചോറെടുത്തു തരാം. നന്ദിനിയെ മറികടന്ന് അവൾ അടുക്കളയിൽ കയറി. നിന്റെ അനിയത്തിയല്ലേടീ അവള്? നിന്നെപ്പോലൊരു ഭയങ്കരിയെ പെറ്റ വയറ്റില് അവൾ എങ്ങനെ പിറന്നു? നന്ദിനിയെ നോക്കി സുഭദ്ര അമ്മ പരിഹസിച്ചു. പ്ലേറ്റിൽ ചോറും കറികളുമായി സുനന്ദ വന്നപ്പോൾ നന്ദിനി ഉള്ളിലേക്ക് വലിഞ്ഞു. അമ്മ കഴിക്ക്. സുഭദ്രാമ്മ ഇടതു കൈകൊണ്ട് അവളുടെ ശിരസ്സു തഴുകി. പിന്നീട് ഊണ് കഴിച്ചു. ആഹാരം കഴിച്ചൊരു ഏമ്പക്കം വിട്ട് സുഭദ്രാമ്മ മുറിയിലേക്ക് നടന്നു. സുനന്ദ അടുക്കള വാതിൽക്കൽ ചെന്നപ്പോൾ നന്ദിനി സ്റ്റോർ റൂമിനടുത്ത് നിന്ന് കണ്ണൊപ്പുന്നു. പ്ലേറ്റ് എടുത്ത് കഴുകി വെക്കുക. അമ്മായി കഴിച്ചതല്ലേ, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല. ചിറ്റമ്മ എന്നൊക്കെ പറഞ്ഞാൽ നാവീന്ന് തേൻ വീഴുമായിരുന്നല്ലോ. നന്ദിനി ഏങ്ങിപ്പോയി. മോളെ, സത്യമായിട്ടും ഞാൻ... സുനന്ദ ഉടൻ തടഞ്ഞു. വേണ്ട, എനിക്ക് കേൾക്കണ്ട. അവൾ വേഗം അവിടെ നിന്ന് പോയി. വല്ലാത്തൊരു സംതൃപ്തി തോന്നി സുനന്ദയ്ക്ക്. ഇവിടെ എത്ര കാലം കാണുമെന്നറിയില്ല. ഇന്ന് സുധിക്കൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ഏറിയാൽ 1 മാസം. ഈ വീട് വിടും മുമ്പ് നന്ദിനിയുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കണം. യതിയേട്ടൻ്റെ മനസ്സിൽ ചെറിയൊരു ഇച്ഛാഭംഗമുണ്ടെന്ന് തോന്നുന്നു. അത് ആളി പടർത്തണം. കുളി കഴിഞ്ഞ് വീതിയുള്ള കസവും മുണ്ടെടുത്ത് നെറ്റിയിൽ ചന്ദനം തൊട്ട് സുഭദ്ര അമ്മ പുറത്തു വന്നു. തലമുടി തുമ്പിൽ നിന്നും നീർക്കണങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. സിറ്റൗട്ടിൽ പുസ്തകം വായിച്ചിരുന്ന സുനന്ദ ആശ്ചര്യപ്പെട്ടുപോയി. ഒരു പുഞ്ചിരിയുമായി സുഭദ്രാമ്മ അരുകിൽ വന്നിരുന്നു. അപ്പോഴാണ് യതീന്ദ്രൻ്റെ കാർ മുറ്റത്തേക്ക് കടന്നു വന്നത്. അമ്മയും സുനന്ദയും അടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ യതീന്ദ്രൻ്റെ ഹൃദയത്തിൽ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. അയാൾ സിറ്റൗട്ടിൽ കയറിയപ്പോൾ സുനന്ദ എഴുന്നേറ്റു. സുനന്ദ എപ്പോ വന്നു? 4 മണിയായി. എന്തെങ്കിലും കുശലം ചോദിക്കണമല്ലോ എന്നോർത്ത് അയാൾ അമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മ ചായ കുടിച്ചോ? ഇപ്പോ ഊണ് കഴിച്ചു. സുനന്ദ വന്നിട്ട് അവൾക്ക് ദയ തോന്നി തന്നു. നീരസത്തോടെ അവർ പുറത്തേക്ക് മിഴിയയച്ചു. യതീന്ദ്രൻ പകച്ച കണ്ണാലെ സുനന്ദയെ നോക്കി. അമ്മ വിശന്നു തളർന്നിരുന്നു. പാവം, രാവിലെ ഒന്നും കഴിക്കാതെയാ വന്നത്. ഞാൻ വന്നു കണ്ടപ്പോ സങ്കടം തോന്നി. സുനന്ദ വേദന ഭാവിച്ചു. അമ്മേ, അമ്പരപ്പോടെ അയാൾ വിളിച്ചു. നീ കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ച ആ കനകവിഗ്രഹത്തോട് ചെന്ന് ചോദിക്കടാ. ഞാൻ തറവാട്ടിലേക്ക് തന്നെ പോകുക. നിന്നോട് പറയാൻ കാത്തു നിന്നതാ. അമ്മ എങ്ങും പോകേണ്ട. അമർത്തി ചവിട്ടി അയാൾ അകത്തു കയറി. അടുക്കളയുടെ മുന്നിൽ ചെന്നപ്പോൾ നന്ദിനി അരി അരയ്ക്കുന്നു. യതീന്ദ്രനെ അവൾ കണ്ടു. മുകളിലേക്ക് വാ. കത്തിയെരിഞ്ഞ് അയാൾ സ്റ്റെപ്പുകൾ കയറി. സാരിത്തുമ്പിൽ കൈ തുടച്ചിട്ട് വിറകൊള്ളുന്ന ദേഹത്തോടെ നന്ദിനി പിന്നാലെ ചെന്നു. അവൾ മുറിയിൽ കയറിയതും അയാൾ ചീറിയെടുത്തു. എൻ്റെ അമ്മയെ നീ പട്ടിണിക്കിട്ടു അല്ലേടി? അവൾ ഞെട്ടിത്തരിച്ചുപോയി. ഞാൻ ചെന്നു വിളിച്ചതാ യതിയേട്ടാ. അമ്മ കള്ളമാ പറയണത്. എൻ്റെ അമ്മയെ നീ കള്ളിയാക്കുന്നോടി? അയാൾ കൈവീശി അവളുടെ കവിളിലൊന്ന് പൊട്ടിച്ചു. വാടിത്തളർന്നു നിന്ന നന്ദിനിയുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറി. വട്ടം കറങ്ങി അവൾ ടേബിൾ ലാമ്പിൻ്റെ മീതെ ചെന്നു വീണു. എൻ്റെ അമ്മയെ ഓർത്ത് ഓരോ നിമിഷവും നീറിപ്പുകഞ്ഞാണ് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞത്. വീട് വിട്ടുപോയ അമ്മ മടങ്ങി വന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. അയാൾ നടന്നെടുത്തപ്പോൾ അവൾ പിടഞ്ഞെഴുന്നേറ്റു. നീ ആരാണെന്ന ബോധം നിനക്കുണ്ടോടി? മാമ്പള്ളിയിലെ അടുക്കളക്കാരിയാ നീ. നടന്നതൊക്കെ അമ്മ അറിഞ്ഞാൽ ആ നിമിഷം നിന്നെ ചവിട്ടി പുറത്താക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ നെഞ്ചിൽ കൈവച്ചു. താഴെ ഹാളിൽ സുഭദ്രാമ്മയും സുനന്ദയും കാതോർത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ അവളെ ഉപദേശിക്കണുണ്ടാവും. ഗൂഢമായ ചിരിയോടെ അവർ മുറിയിലേക്ക് നടന്നു. പിന്നാലെ സുനന്ദയും ചെന്നു. മാങ്കോയിക്കല് ഒരു സുന്ദരി പെണ്ണുണ്ടെന്ന് പറഞ്ഞ ദല്ലാൾ പൊതുവാള് വന്നപ്പോ ഞാൻ തീരെ നനച്ചില്ല ഇങ്ങനൊരുത്തിയാ എൻ്റെ മോൻ്റെ തലയിൽ കയറാൻ പോണതെന്ന്. ഈർഷ്യയോടെ സുഭദ്രാമ്മ കസേരയിലിരുന്നു. പൊതുവാൾ ആദ്യം പറഞ്ഞത് നന്ദിനിയിടത്തിയുടെ കാര്യമില്ല.
യതിയേട്ടൻ്റെ ആലോചന ആദ്യം വന്നത് എനിക്കായിരുന്നു അമ്മേ. മുഖം താഴ്ത്തി സുനന്ദ പറഞ്ഞു. സുഭദ്രാമയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. എന്നെ കാണാനാ യതിയേട്ടൻ വന്നത്. ഇഷ്ടായിട്ടാ പോയതും. പക്ഷേ ജാതകം ചേരില്ല എന്ന് അച്ഛൻ കളവ് പറഞ്ഞു. പിന്നീടാ നന്ദിനി ഏട്ടത്തിയെ മതിയെന്ന് പറഞ്ഞ് പൊതുവാളെ വിട്ടത്. തനിക്ക് കിട്ടിയ അറിവ് അവൾ പറഞ്ഞു. അടി കിട്ടിയതുപോലെ സുഭദ്രാമ പിടഞ്ഞെഴുന്നേറ്റു. സുനന്ദ വിരലിൽ ഷോളിൻ്റെ തുമ്പ് ചുറ്റിക്കൊണ്ടിരുന്നു. അച്ഛന് കൂടുതലിഷ്ടം നന്ദിനിയേടത്തിയോടായിരുന്നു. പിന്നെ ഞാൻ ഇളയ കുട്ടിയല്ലേ. എന്നിട്ടതൊന്നും അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ആരും അറിയരുതെന്ന് യതിയേട്ടൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരുന്നു. കൊടുങ്കാറ്റുപോലെ സുഭദ്രാമ്മ പുറത്തേക്ക് പാഞ്ഞു. ഗൂഢമായൊരു മന്ദഹാസവുമായി സുനന്ദ വാതിൽക്കൽ വന്നപ്പോൾ അവർ ആയാസപ്പെട്ട് സ്റ്റെയർകേസ് കയറുന്നതാണ് കണ്ടത്. സുഭദ്രാമ്മ മുറിയിൽ പ്രവേശിച്ചപ്പോൾ കട്ടിലിൽ കിടന്ന യതീന്ദ്രൻ അമ്പരപ്പോടെ എഴുന്നേറ്റു. അമ്മയുടെ മുഖം കണ്ടപ്പോൾ ഒരു ഉൾഭീതി അയാളെ ഗ്രസിച്ചു. കിതപ്പോടെ സുഭദ്രാമ്മ കസേരയിലിരുന്നു. അമ്മ എന്തിനാ പടി കയറിയത്? എന്നെ താഴേക്ക് വിളിക്കാമായിരുന്നില്ലേ? നീ എന്നെ ഓരോന്ന് മറയ്ക്കാനും തുടങ്ങിയില്ലേ? എല്ലാം സുനന്ദ എന്നോട് പറഞ്ഞു. നീ അവളെ കാണാൻ പോയതും ജാതക ചേർച്ചയില്ലാന്ന് കേട്ടപ്പോൾ നന്ദിനിയെ ചോദിച്ചതും എല്ലാം. അയാൾ നിലത്തു നോക്കിയിരുന്നു. ജാതക ചേർച്ചയില്ലാന്ന് പറഞ്ഞ് നിന്നെ പറ്റിച്ചതാടാ. എനിക്കൊരു അബദ്ധം പറ്റിയമ്മേ. മതി, ഇപ്പോ നിനക്കത് തോന്നിയില്ലോ. സുഭദ്രാമ്മയ്ക്ക് ആവേശമായി. സുനന്ദയെ നിനക്കൊരുപാടിഷ്ടായി എന്ന് അവളുടെ നാവീന്നു തന്നെ ഞാൻ അറിഞ്ഞു. ജീവിതം ഒന്നല്ലേയുള്ളൂ. അടുത്ത ജന്മം എന്താന്ന് നമുക്കറിയോ? മോഹിച്ചതൊക്കെ ഇപ്പോ നേടണം. അമ്മ എന്താണ് പറഞ്ഞു വരുന്നത്? അയാൾക്ക് ശ്വാസം മുട്ടി. നന്ദിനിയെ ഒഴിവാക്കണം. സുനന്ദ നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അതിന് സമ്മതമാണെന്നു പറ. നിന്റെ ഒപ്പം ഞാനുണ്ടാവും. യതീന്ദ്രന്റെ ശിരസു പെരുത്തു. നന്ദിനിക്ക് ചിറ്റമ്മയുണ്ടല്ലോ. അവൾ അങ്ങോട്ട് പോകട്ടെ. താലി കെട്ടിയതും കുറേ നാൾ ഒപ്പം പുറത്തതും നീ മറന്നേക്ക്. പക്ഷേ സുനന്ദ സമ്മതിക്കുമോ? അയാൾ അറിയാതെ ചോദിച്ചുപോയി. മകന്റെ മനസ്സറിഞ്ഞ് സുഭദ്രാമ്മ സന്തോഷിച്ചു. ഇത്ര വേഗം അവൻ കീഴടങ്ങുമെന്ന് സ്വപ്നേവി കരുതിയതല്ല. അവൾക്ക് സമ്മതാ, അതെനിക്ക് ഉറപ്പുണ്ട്. നിന്നെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടായിട്ടല്ലേ അവളിപ്പോൾ എന്നോട് ഈ കാര്യം പറഞ്ഞത്. കൂടുതലൊന്നും പറയാതെ സുഭദ്രാമ്മ എഴുന്നേറ്റു. സന്ധ്യ. കൂവളശ്ശേരിയുടെ മുറ്റത്ത് പ്രഭാവതി വിളക്കുവെച്ച് തൊഴുതു. മുറ്റത്തു നിന്ന് ഇരവി ഉണ്ണിത്താൻ ദീപം വന്നിച്ചിട്ട് കസേരയിൽ ചെന്നിരുന്നു. സഞ്ജുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. പ്രഭാവതി അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ സഞ്ജീവന്റെ ഒപ്പം അവർ വന്നു. എന്താ അച്ഛാ? അയാൾ അല്പനേരം മൗനം പാലിച്ചു. 4-5 ദിവസമായി എൻ്റെ മനസ്സിലൊരു വിചാരമുണ്ടായിരിക്കുന്നു. ചിന്തിച്ചുറപ്പിച്ച് അതിപ്പോ പാകായി. ഇനി നിങ്ങളോട് പറയാമെന്ന് വെച്ചു. സംഗതി ഗൗരവമാണെന്ന് രണ്ടാൾക്കും മനസ്സിലായി. എന്തെങ്കിലും മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ ആരോടും പറയുന്ന സ്വഭാവം ഇല്ല. തീരുമാനമെടുത്താൽ അതിന് ഉരുക്കിൻ്റെ ദൃഢതയും ഉണ്ടാവും. എന്താ കാര്യം? പ്രഭാവതി ജിജ്ഞാസപ്പെട്ടു. സഞ്ജുവിൻ്റെ വിവാഹകാര്യം തന്നെ. എല്ലാം ഒത്തുചേർന്നൊരു ബന്ധം നമ്മുടെ കൈപ്പിടിയിലില്ലേ? അതേതാ? സുനന്ദ. സഞ്ജീവന്റെ ഹൃദയത്തിലേക്ക് ഒരസ്ത്രം പാഞ്ഞുകയറി. ആരും മോഹിക്കുന്ന പെണ്ണ്. യതീന്ദ്രൻ പോയി കണ്ടത് അവളെയാണെന്ന് ആർക്കും അറിയില്ല. അവളാണ് വധുവെന്ന് പ്രതീക്ഷിച്ചാണ് കതിർമണ്ഡപത്തിലിരുന്നതെന്ന സത്യവും അറിയില്ല. ഇന്നവൻ കാട്ടുന്ന മതിഭ്രമങ്ങളുടെ കാരണവും അവളാണ്. ഇല്ല, എനിക്കതിൽ തീരെ താൽപ്പര്യമില്ല, സഞ്ജീവൻ പെട്ടെന്ന് പറഞ്ഞു. ഇരവി ഉണ്ണിത്താൻ്റെ മുഖം ചുവന്നു. അതിനുള്ള കാരണം എനിക്കറിയണം. കാര്യമറിയാതെ ഒന്നും ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും ഒരു വിഡ്ഢിയല്ല ഞാൻ. സഞ്ജീവൻ അകം പുറം നീറി. ഞാനിത് നിശ്ചയിച്ചു കഴിഞ്ഞു. സഞ്ജുവിന് എന്തെങ്കിലും തക്കതായ കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അയാൾ തല കുനിച്ചു നിന്നു. ഞാനൊന്ന് നിശ്ചയിച്ചാൽ അത് നടത്തും. ഇല്ലാച്ചാ എൻ്റെ പേര് മാറ്റിയിട്ടോ.
വൈകിക്കണില്ല, ഇപ്പോൾ തന്നെ മാമ്പള്ളി വരെ പോയി വരാം. രണ്ടാം മുണ്ടെടുത്ത് തോളിലിട്ടുകൊണ്ട് അയാൾ മുറ്റത്തേക്കിറങ്ങി. ഇരവി ഉണ്ണിത്താൻ ചെന്നു കയറുമ്പോൾ ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു യതീന്ദ്രനും സുഭദ്രാമ്മയും. യതീന്ദ്രൻ അയാളെ സ്വീകരിച്ചിരുത്തി. എവിടെ നന്ദിനി? ഉറക്കെ ഇരവി ഉണ്ണിത്താൻ ചോദിച്ചു. നന്ദിനി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. സുനന്ദയെ കൂടി ഇങ്ങോട്ട് വിളിക്ക്. ആരും വിളിക്കേണ്ടി വന്നില്ല. സുനന്ദ പുറത്തു വന്നു. എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ തുടിച്ചു നിന്നു. എൻ്റെ മോന് പെണ്ണു ചോദിച്ചാ ഞാനിങ്ങോട്ട് വന്നത്. അയാളൊന്ന് ചിരിച്ചു. കുറേ നാളായി എൻ്റെ മനസ്സിലുള്ള കാര്യ ഇപ്പോൾ വെട്ടിത്തുറന്നു പറയണേ. യതീന്ദ്രനും സുഭദ്രാമ്മയും മുഖാമുഖം നോക്കി. പെണ്ണു ദേ ഇവള് തന്നെ, സുനന്ദ. സുനന്ദ അന്താളിച്ചുപോയി. യതീന്ദ്രൻ്റെ ഇടനെഞ്ചു പിളർത്തിയ ചാട്ടുളിയായിരുന്നു ആ വാക്കുകൾ. സുഭദ്രാമ്മയുടെ മുഖത്തെ ചോര വാർന്ന് വിളറി വെളുത്തു. മോൾ എന്തു പറയുന്നു? നീയാ മറുപടി തരേണ്ടത്. ഇരവി ഉണ്ണിത്താൻ നന്ദിനിയുടെ നേരെ നോക്കി. അവളുടെ മനസ്സിൽ തേന്മഴയായിരുന്നു. എല്ലാ നൊമ്പരങ്ങളും അവൾ മറന്നു. എനിക്ക് സന്തോഷാ ചെറിയച്ചാ. കൊടും ശത്രുവിനെ കണ്ട പകയോടെ സുഭദ്രാമ്മ നന്ദിനിയെ പകച്ചു നോക്കി. യതി ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ ഒരു കുടുംബത്തിൽ നിന്ന് 2 വിവാഹം വേണോ ചെറിയച്ചാ? അതും തൊട്ടടുത്ത്. യതീന്ദ്രൻ്റെ സ്വരം ചതഞ്ഞു. യതി പറയണ അഭിപ്രായ എനിക്കും. സുഭദ്രാമ്മ പിന്താങ്ങി. സുനന്ദയുടെ മനസ്സിൽ നേർത്തൊരു നടുക്കമുണ്ടായി. അതിലൊരു കഴമ്പും ഇല്ല. ഇരവി ഉണ്ണിത്താൻ ചിരിച്ചു തള്ളി. നന്ദിനിയുടെ മനസ്സു തണുത്തു. ഇരവി ഉണ്ണിത്താൻ വാത്സല്യത്തോടെ സുനന്ദയെ നോക്കി. അവൾ നിലത്തു കണ്ണും നട്ട് നിൽക്കുകയായിരുന്നു. മരുമോളായിട്ടല്ല, മോളായിട്ടാ നിന്നെ വേണമെന്ന് ഞാനും പ്രഭയും ആശിക്കണത്. എന്താ നിന്റെ അഭിപ്രായം? എനിക്കതു മതി. ഒരു മറയും കൂടാതെയായിരുന്നു ഇരവി ഉണ്ണിത്താൻ്റെ ചോദ്യം. നന്ദിനിയുടെ ഹൃദയം തേങ്ങി. നിശബ്ദം അവൾ യാചിച്ചു. സമ്മതംന്ന് പറ മോളെ. യതീന്ദ്രൻ കളിക്കോപ്പ് നഷ്ടപ്പെട്ട കുഞ്ഞിനെ പോലെ അമ്മയെ പതറി നോക്കി. പിന്നെ സുനന്ദയെയും. എന്തായിരിക്കും ആ നാവിൽ നിന്ന് അടർന്നു വീഴാൻ പോകുന്നത്? എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വീണ്ടും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണല്ലോ. മോളൊന്നും പറഞ്ഞില്ല, ഉണ്ണിത്താൻ ആവർത്തിച്ചു. സുനന്ദ മുഖമുയർത്തി. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.